38 വർഷങ്ങൾക്ക് ശേഷം വരുന്ന കമൽ മണിരത്നം മൂവി. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാൻ വളരെ സാധ്യത കുറവായതിനാലും വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ ലെജൻഡ്സ് ആയതിനാലും എന്തായാലും കാണുമെന്ന് ഉറപ്പിച്ചിരുന്നു. തൊടുപുഴ സിൽവർ ഹിൽ സിനിമാസ് ആണ് ഇത്. തിരക്കുമില്ല, ബുക്കിങ്ങും ഇല്ല, ശോകം. സിനിമ തുടങ്ങി. AR റഹ്മാന്റെ കിടിലൻ ബീജിയും കമൽഹാസന്റെ നല്ല നീറ്റായിട്ട് ചെയ്ത DAGing ഒക്കെയായി ഗംഭീരമായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പറയാൻ പുതിയ കഥയൊന്നുമില്ല. ഗ്യാങ്സ്റ്റർ മൂവി. പ്രായം തളർത്താത്ത പോരാളി തന്നെയാണ് കമൽഹാസൻ. പെർഫോമൻസ് കൊണ്ടും സ്ക്രീൻ പ്രസൻസ് കൊണ്ടും കേട്ടു പഴകിയ കഥയിലും വലിയ ബോറടിപ്പിക്കുന്നില്ല. STRനെ കുറെ കാലം കൂടി എനർജറ്റിക് ആയി കാണാൻ പറ്റി. തൃഷ, അഭിരാമി, അശോക് സെൽവൻ എല്ലാവരും നല്ല പെർഫോമൻസ്. ജോജുവും കുഴപ്പമില്ല. സിനിമാറ്റോഗ്രാഫി രവി കെ ചന്ദ്രൻ, എക്സലന്റ് വർക്ക് വിത്ത് AR റഹ്മാൻ. സൗണ്ട് മിക്സിംഗ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, എന്നാലും അതും പൊളി. സിനിമ തീർന്ന് വിൺവെളി നായക സോങ് വരുമ്പോൾ നമ്മളും കണ്ടിറങ്ങിയവരും ഹാപ്പി. ഇറങ്ങി ഓടരുത്, കുറച്ച് സീൻസ് കൂടിയുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ സർവ്വസ്ഥലത്തും നെഗറ്റീവ്, മലങ്കൾട്ട്, വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നു. ഇന്ത്യൻ 2 ആയിരുന്നു ഭേദമെന്ന് വരെ. സീൻ ബൈ സീൻ ട്രോൾ മെറ്റീരിയലായ അതും ഇതും ഒന്നല്ല. കാണാത്തവരോടായാണ്. മണിരത്നം സ്റ്റൈൽ ലാഗുണ്ട് സിനിമയ്ക്ക്. പഴയകാലം അല്ലാഞ്ഞിട്ട് കൂടി തമിഴ് സ്നേഹം മൂത്ത് സെന്തമിഴ് കയറ്റിയിട്ടുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഇംഗ്ലീഷ് സബ്ടൈറ്റിലില്ല. 2 വർഷം കഴിഞ്ഞാണോ 2 മാസം കഴിഞ്ഞാണോ അടുത്ത സീനെന്ന് നമ്മൾ ഊഹിക്കണം. കാരണം എഴുത്തുകുത്തുകളെല്ലാം തമിഴിലാണ്. തമിഴ് സ്നേഹം. പുതിയ കഥയല്ല, വിഗ് വെച്ച് കുറച്ച് കലാപരിപാടികളുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെ വധം, ക്ലോസപ്പ്, കരച്ചിൽ, ഇതൊക്കെ ഒരു നെഗറ്റീവാണ്. എന്നാൽ ആക്ഷൻ കൊറിയോഗ്രാഫി, ബാക്കിയുള്ളവരുടെ പെർഫോമൻസ്, സോങ്സ് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പക്കായാണ്. കമൽഹാസൻ ചില സീനുകളിൽ അഭിനയിക്കുകയല്ല, അങ്ങ് കയറി ജീവിക്കുകയാണ് എന്ന് തോന്നും. അത് കണ്ടവർക്ക് മനസ്സിലാവും. മണിരത്നത്തിന്റെ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് അത്ര മോശമാവില്ല തഗ് ലൈഫ്. 70 വയസ്സ് കഴിഞ്ഞ സംവിധായകനും നായകനും ഇപ്പോഴും ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ശങ്കറിന്റെ അവസ്ഥയും ഇതും വേറെയാണ്. ഇവിടെ PR വർക്കോ വലിയ ഫാൻസോ ഇല്ലാത്തതുകൊണ്ട് എന്ത് വിളിച്ചു പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാന്ന് കരുതി ഓരോരുത്തന്മാർ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞോട്ടെ. അവരുടെ വിളിച്ചു പറച്ചിൽ നോക്കാതെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക.